സിറാജുദ്ദീൻ ഉസ്താദ് പിന്നെ അങ്ങനെ കണ്ട കുറെ ഉസ്താദുമാരില്ലേ, ആ ഉസ്താദുമാരോട് പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. ഉമ്മ തലയിൽ തട്ടവിടുന്നേ അന്തസ്സിന് വേണ്ടിയാണ്, അല്ലാതെ ക്യാമറക്ക് മുമ്പിൽ ഇളകിയാടി കോമാളി വേഷം കെട്ടാൻ വേണ്ടിയല്ല. ഈ കേവലം ലൈക്കിനും ഷെയറിനും വേണ്ടി സ്വന്തം അഭിമാനം പണയം വെക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു നിങ്ങൾക്ക്? നമ്മുടെ നാടിന് എന്താ പറ്റിയത്? പ്രായമുള്ള ഉമ്മമാര് വട്ടം കൂടിയത് ഡാൻസ് കളിക്കുകയാണ്, അശ്ലീല ചൊവ്വയുള്ള റീൽസ് എടുത്തുകൊണ്ട് അവര് അഭിനയിച്ച് മാറുകയാണ്. ഇതെല്ലാം കാണുന്ന മക്കൾക്ക് നിങ്ങൾ എന്ത് മാതൃകയാണ് കൊടുക്കുന്നത്? ഒരു വീട്ടിലെ മാതാവ് വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ വീട് ആകെ ഇരുട്ടിലാവുന്നല്ലേ? മാന്യമായി നടക്കേണ്ട പ്രായത്തില് കേവലം ലൈക്കിനും ഷെയറിനും വേണ്ടി പണ്ഡിതന്മാരെ വരെ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോഴേ സത്യം പറഞ്ഞാല് തല താഴ്ത്താനേ പറ്റത്തുള്ളൂ. ഈ പോക്ക് ശരിയല്ലെന്നും ഇതിൽ നിന്നും പിന്മാറണമെന്നും സ്നേഹത്തോടു കൂടി പറഞ്ഞു തരുന്ന പണ്ഡിതന്മാരെ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് പച്ചക്ക് അധിക്ഷേപിക്കാനും അവര് പറയുന്നതിനെതിരായി പ്രവർത്തിക്കാനും ഒരു മടിയുമില്ലല്ലേ? ഇതാണോ നിങ്ങൾ വളർന്ന സംസ്കാരം? ഇങ്ങനെ പരിഹസിക്കുന്നവർ കണ്ടിരിക്കേണ്ട ഒന്നാണ് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിന്റെ വാക്കുകൾ. ഒരുപാട് കുറ്റം പറയുന്ന ഒരു ഉമ്മ ഉണ്ട്. അള്ളാഹു അതിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. എന്റെ വായലിട്ടിട്ട് സിറാജ് ഉസ്താദേ എന്ന് പറഞ്ഞ് പ്രസംഗിക്കണ ഒരു ഉമ്മ ഉണ്ട്. അള്ളാഹു അതിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഒരു ആമീൻ പറയുന്നേ. നിങ്ങൾക്ക് എന്താ? എനിക്കില്ലാത്ത സങ്കടം നിങ്ങൾക്ക് എന്തിനാ? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇവിടെ നമ്മളെപ്പോഴും നമ്മളെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മളെ സങ്കടപ്പെടുത്തുന്നവർ, നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. കാരണം എന്തേ? അവര് പറയുന്നത്, സിറാജ് നീ ചെയ്യുന്ന നന്മ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല, എന്റേത് കൂടെ നിനക്ക് തരാമെന്ന് പറഞ്ഞ് സഹായിക്കുമ്പോ വേണ്ടെന്ന് പറയുന്നത് എന്തിനാ? തന്നെ നിരന്തരമായി സോഷ്യൽ മീഡിയയിലിട്ട് അധിക്ഷേപിക്കുന്ന ഒരു ഉമ്മ, ആ ഉമ്മയെ കുറിച്ച് പറഞ്ഞപ്പോ ഖാസിമി ഉസ്താദ് എന്താണ് പറഞ്ഞത്? തിരിച്ച് അവര് പറയുന്ന അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അവർക്ക് വേണ്ടി ദ്വാരക്കാണ് അള്ളാഹു ആ ഉമ്മക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും കൊടുക്കട്ടെ എന്ന്. എന്റെ നെഞ്ചു പിടഞ്ഞത് സിറാജ് ഉസ്താദ് തുടർന്ന് പറഞ്ഞ ആ ഒരു മറുപടി കേട്ടപ്പോഴാണ്. എന്റെ നന്മകൾ കുറവാണെങ്കിലും എന്നെ കുറ്റം പറയുന്ന ആളുകളുടെ നന്മകളെങ്കിലും കിട്ടി ഞാൻ സ്വർഗത്തിൽ പോകുമല്ലോ. ഈ ഒരു പാവം പണ്ഡിതനെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് നിങ്ങളുടേതായ ആവശ്യത്തിന് വേണ്ടി, നിങ്ങൾക്ക് കുത്തിമറിയാൻ വേണ്ടി ഇരയാക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ കണ്ടുപഠിക്കേണ്ടതേ മലപ്പുറത്തുള്ള സുബൈദ ഉമ്മ എന്ന മാതാവിനെയാണ്, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇളകി മറിയുന്ന ലൈക്കിനും ഷെയറിനും വേണ്ടി എന്ത് തോന്നിയാസവും കാണിക്കുന്ന ആളുകളെയല്ല. ചക്കി എന്ന ഹൈന്ദവ സഹോദരിയുടെ 3 മക്കളെ തന്റെ സ്വന്തം മക്കളെ പോലെ വളർത്തി. അങ്ങനെ വളർത്തിയിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് മനുഷ്യത്വത്തിന്റെ പ്രതീകമായ ആ മാതാവിനെയാണ് നമ്മളൊക്കെ മാതൃകയാക്കേണ്ടത്. അവരുടെ വീട്ടില് ഒരു മുറിയില് ഖുർആൻ പാരായണം നടക്കുമ്പോഴത്തേക്ക് അടുത്ത മുറിയില് രാമായണം വായിക്കാണ്. ഇന്നും ആ സുബൈദുമ്മയുടെ ഖബറിന്റെ അരികില് ശ്രീധരൻ എന്ന മകൻ വിതുമ്പലോടെ കരയണമെങ്കിൽ അവര് ആ മകന് കൊടുത്ത പരിഗണന, സ്നേഹം, ലാളന എത്രത്തോളമായിരിക്കും? ഇതൊക്കെയല്ലേ മനുഷ്യത്വത്തിന്റെ പ്രതീകമെന്ന് പറയുന്നത്? മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്നത് ഇതൊക്കെയല്ലേ? നമ്മളൊക്കെ മാതൃകയാക്കേണ്ടതും ഇതൊക്കെ തന്നെയാണ്. കുട്ടു പാടിയതിന് 3 മില്യന്റെ മേളിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷത്തിന് ഒരു കേക്ക് മേടിച്ച് മുറിച്ചു. നിങ്ങളും അതിന്റെ ഉൾക്കൊണ്ടിച്ചോണ്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും വേണ്ടിയിട്ട് എന്റെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ കോമാളിത്തരം കാണിക്കുന്നത് പോരാഞ്ഞിട്ട് അത് 3 മില്യൺ അഥവാ 30 ലക്ഷം ആളുകൾ കണ്ടു എന്ന് പറഞ്ഞ് അഭിമാനത്തോടു കൂടി കേക്ക് മുറിച്ച് ആഘോഷിക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ അമ്മ? നിങ്ങൾ പറഞ്ഞല്ലോ 30 ലക്ഷം ആൾക്കാർ കണ്ടെന്ന്. ഈ 30 ലക്ഷം ആളുകളുടെയും മുന്നിൽ നിങ്ങൾ കോമാളി കഥാപാത്രമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം നിങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇനിയെങ്കിലും ഈ ലൈക്കിനും ഷെയറിനും വേണ്ടി കാണിക്കുന്ന ഈ ചീഞ്ഞളിഞ്ഞ പരിപാടി ഒന്ന് നിർത്തണം. നമുക്ക് നമ്മളെ ഉണ്ടാവത്തുള്ളൂ. നമ്മളെ ഈ സപ്പോർട്ട് ചെയ്യുകയാണെന്ന മറവിൽ നമ്മളെ കളിയാക്കുന്ന, നമ്മളെ കോമാളിയായി ചിത്രീകരിക്കുന്ന ഒരാളും നമ്മുടെ പരലോകത്തുണ്ടാവൂല. അതുകൊണ്ട് സ്വന്തമായി ആലോചിച്ച് എൻ്റെ ഉമ്മമാര് തീരുമാനമെടുക്കുക.